ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സംടൈംസ് സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമുക്കൊരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി കണ്ടാലോ? വളരെ സിമ്പിളായിട്ട് നല്ല തിക്കായ ടൊമാറ്റോ സോസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്, നല്ല പഴുത്ത് ചുമന്ന നാടൻ തക്കാളിയാണ് ഇവിടെ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇതുപോലെ സ്ക്വയർ പീസായിട്ട്. നിങ്ങൾക്ക് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം സവാള, അതായത് ഒരു മീഡിയം സൈസ് സവാളയുടെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രാമ്പൂ, പട്ട, കുരുമുളക് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർക്കാവുന്നതാണ്. എനിക്ക് ആ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അത് ചേർക്കാതിരുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പഞ്ചസാര നിങ്ങൾക്ക് സോസിൻ്റെ മധുരം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിവിടെ ആദ്യം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിത് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 2 വിസിൽ അടിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ തന്നെ ഇതുപോലെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം. ഇതിന് കളർ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിത് വേവിക്കുന്ന സമയത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്ത ടൊമാറ്റോവും ബീട്രൂട്ടും എല്ലാം കൂടെ അരച്ചെടുത്ത ആ ഒരു തിക്ക് പേസ്റ്റ് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടൊമാറ്റോയുടെ ഒരു കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു തരിതരിയൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ഈ ടൊമാറ്റോ സോസിന് തീരെ തിക്നെസ് ഇല്ല. നമുക്കിതൊന്ന് തിക്കാക്കി എടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ടൊമാറ്റോ സോസല്ലേ കിട്ടുക. അപ്പോൾ അതുപോലെ നമുക്ക് തിക്കായിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ ആ കുക്കർ തന്നെയാണ് അടുപ്പിൽ വെച്ചേക്കുന്നത്. ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ തിളപ്പിക്കണം. ഒത്തിരി സമയം തന്നെ എടുത്ത് തന്നെ കൈവച്ചിങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവില്ല മുളക് പൊടി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. കാശ്മീരി ചില്ലിപ്പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് നേരത്തെ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടൊമാറ്റോ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിത് കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ നല്ല തിക്നെസ് ആയിട്ട് കിട്ടണം. നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊടിക്കൈ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഒരു ഇളം ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ഇതുപോലെ കലക്കിയെടുത്തിട്ട് ഈ ടൈമിൽ നമുക്ക് ഈ സോസിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ സോസ് നല്ല ടൈറ്റായിരിക്കും, നല്ല തിക്കായിട്ട് കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ കിട്ടും. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കിടക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായ തിക്നെസ് നമുക്ക് കിട്ടുക. ഈ സമയത്ത് നമ്മുടെ സോസിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ആവശ്യമാണെങ്കിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഇച്ചിരി മധുരത്തോടു കൂടെ കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ വേണമെങ്കിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് തിക്നെസ്സിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തക്കാളിയൊക്കെ വിലക്കുറവുള്ള സമയത്ത് ഇതുപോലെ സോസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2 ആഴ്ചയും, ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചധികം നാളും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.